DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 16 വ്യാഴം. ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. ഞായറാഴ്ച വരെ നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എന്നാൽ ഒരു ജില്ലകളിലും ഇന്ന് പ്രത്യേക മഴ മുന്നറിയിപ്പില്ല. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്, രാജ്യത്തുടനീളമുള്ള എല്ലാ ഗ്യാസ് ഏജൻസികളുടെയും നേതൃത്വത്തിൽ വീടുകളിൽ നിർബന്ധിത LPG സുരക്ഷാ പരിശോധന ആരംഭിച്ചിരിക്കുകയാണ്. ഗ്യാസ് കണക്ഷനുള്ള എല്ലാ ഉപഭോക്താക്കൾക്കും നിയമപരമായി ഈ പരിശോധന നിർബന്ധമാക്കിയിട്ടുണ്ട്. ഭാരത് ഗ്യാസ് ഉപഭോക്താക്കൾക്ക് ഈ ഇൻസ്പെക്ഷന് GST ഉൾപ്പെടെ ആകെ 236 രൂപയാണ് ഫീസ് വരുന്നത്. പരിശോധനാ സമയത്ത് ഉപഭോക്താക്കൾ തങ്ങളുടെ റേഷൻ കാർഡും ഗ്യാസ് കണക്ഷൻ പാസ്ബുക്കും ഉദ്യോഗസ്ഥരെ കാണിക്കേണ്ടതാണ്. ഗ്യാസ് ട്യൂബിന്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ പഴയ റബ്ബർ ട്യൂബാണെങ്കിലോ സുരക്ഷാ ട്യൂബിലേക്ക് മാറ്റേണ്ടി വരും. ഇതിനായി 190 രൂപ അധികമായി നൽകണം. അടുത്തറിയിപ്പ്, സംസ്ഥാനത്ത് നിലവിലുള്ള വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാൻ കഴിയാത്ത അടിയന്തര സാഹചര്യത്തിലാണെന്ന് വൈദ്യുതി മന്ത്രി അറിയിച്ചിട്ടുണ്ട്. മുൻവർഷത്തെ അപേക്ഷിച്ച് വൈദ്യുതി ആവശ്യകതയിലുണ്ടായ വൻ കുതിച്ചുചാട്ടവും ഡാമുകളിലെ ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്ന് ആഭ്യന്തര ജലവൈദ്യുതി ഉൽപ്പാദനത്തിലുണ്ടായ ഇടിവുമാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. കഴിഞ്ഞ വർഷം പ്രതിദിന ഉൽപ്പാദനം 45 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നുവെങ്കിൽ ഈ വർഷം അത് 14 മുതൽ 17 ദശലക്ഷം യൂണിറ്റായി ചുരുങ്ങി. നിലവിൽ 500 മുതൽ 600 മെഗാവാട്ടിന്റെ കുറവുള്ളതിനാൽ പൊതുജനങ്ങൾ വൈദ്യുതി ഉപയോഗം പരമാവധി നിയന്ത്രിക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്, കർഷകർക്കായുള്ള വിള ഇൻഷുറൻസ് പദ്ധതിയിൽ അപേക്ഷിക്കാനുള്ള തീയതി ഈ മാസം അവസാനം വരെ നീട്ടിയിട്ടുണ്ട്. കൂടാതെ കൃഷി ഉപകരണങ്ങൾ സബ്സിഡി നിരക്കിൽ സ്വന്തമാക്കാനുള്ള പോർട്ടൽ തുറന്നിട്ടുമുണ്ട്. വ്യക്തികൾക്ക് 50% വരെയും കാർഷിക കൂട്ടായ്മകൾക്ക് 80% വരെയും സബ്സിഡി ലഭിക്കും. അതോടൊപ്പം PM കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾ തങ്ങളുടെ EKYC നടപടികൾ ബയോമെട്രിക് അല്ലെങ്കിൽ ഫേസ് ഒതന്റിക്കേഷൻ വഴി അടിയന്തരമായി പൂർത്തിയാക്കണം. നിലവിൽ EKYC ചെയ്തവരാണെങ്കിലും PM കിസാന്റെ ഔദ്യോഗിക പോർട്ടലിൽ പോയി EKYC ഡൺ എന്നാണോ എന്ന് എല്ലാവരും പരിശോധിക്കുക. ഭാവിയിൽ കേന്ദ്ര ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കാൻ പുതിയ അഗ്രിസ്റ്റാക്ക് ഫാർമേഴ്സ് ID നിർബന്ധമാക്കിയിട്ടുള്ളതിനാൽ കർഷകർ അതിൽ രജിസ്റ്റർ ചെയ്യുവാനും ശ്രദ്ധിക്കുക. അടുത്തറിയിപ്പ്, NPS നീല, NPNS വെള്ള റേഷൻ കാർഡുകാർക്ക് മുൻഗണനാ വിഭാഗമായ PHH പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറുന്നതിനായുള്ള ഓൺലൈൻ അപേക്ഷകൾ സംസ്ഥാനത്ത് ആരംഭിച്ചിരുന്നു. ജൂലൈ 17 വരെയായിരുന്നു ഇത്തരത്തിൽ BPL കാർഡ് ലഭിക്കുവാനുള്ള അപേക്ഷ നൽകുവാനുള്ള അവസരം സർക്കാർ നൽകിയിരുന്നത്. എന്നാൽ നിലവിൽ ജൂലൈ 20 വരെ ഇപ്പോൾ അപേക്ഷ നൽകുവാനുള്ള സമയം സർക്കാർ നീട്ടിയിട്ടുണ്ട്. ഓൺലൈൻ അപേക്ഷകൾ അംഗീകൃത അക്ഷയ കേന്ദ്രം വഴിയോ അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ജൂലൈ 20 വൈകിട്ട് 5 മണി വരെ സമർപ്പിക്കാവുന്നതാണ്. അർഹതയുള്ളവർ അപേക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.